രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എവിടെയാണ്? രാഷ്ട്രീയത്തിൽ ഇത്രയും ഇടവേളകൾ എടുക്കുന്ന മനുഷ്യരെ പരിചയമുണ്ടോ? ബിജെപി രാഹുൽ ഗാന്ധിക്കെതിരെ പല ആരോപണങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. അതിലേറ്റവും മൂർച്ചയേറിയത് രാഹുലിന്റെ വിദേശയാത്രകളാണ്. വിദേശയാത്രകൾക്കിടയിൽ വീണ് കിട്ടുന്ന സമയത്ത് വരും, എന്തെങ്കിലും പറയും, വീണ്ടും പറക്കും. ഈ ആരോപണം വസ്തുതയാവുകയാണോ? വയനാട്ടിൽ ഇത്ര വലിയ ദുരന്തം നടന്നു, രാഹുൽ വന്നില്ല. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടിൽ രാജ്യത്ത് ഒരു മനുഷ്യൻ പട്ടിണിയിരിക്കാൻ തുടങ്ങിയിട്ട് 20 ദിവസമാകുന്നു. ആ പരിസരത്ത് പോലും എത്തിയിട്ടില്ല രാഹുൽ ഗാന്ധി. ഇന്നത്തെ പ്രൈം സ്റ്റോറി, രാഹുൽ ഗാന്ധിയെ കണ്ടവരുണ്ടോ? രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ കണ്ടവരുണ്ടോ എന്ന് ചോദിക്കേണ്ടി വരുന്നത് ഗതികേടാണ്. ജനാധിപത്യത്തിൽ എന്താണ് പ്രതിപക്ഷത്തിന്റെ റോൾ? ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഭരണപക്ഷത്തിന് മുന്നിൽ എത്തിക്കണം. ജനങ്ങളുടെ ശബ്ദമാകാൻ ആള് വേണ്ടേ? നോക്കൂ, അമേഠി കൈവിട്ടപ്പോൾ വയനാടേ ഉണ്ടായിരുന്നുള്ളൂ രാഹുലിന് പാർലമെന്റിലെത്താൻ. പിന്നീട് അനിയത്തിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ വന്നപ്പോൾ രാഹുൽ വയനാട്ടുകാർക്ക് ഒരു ഉറപ്പ് കൊടുത്തിരുന്നു, വയനാടിന് ഒന്നല്ല 2 MP-മാരുണ്ടെന്ന്. Of course, I've already said to you that Wayanad is the only constituency, not only in India, but in anywhere in the world, that has 2 members of parliament. You have 1 unofficial member of parliament, and hopefully you will have 1 official member of parliament. So you will see both of us raising Wayanad issues in parliament. You will see both of us fighting for your issues in parliament. 2 പോയിട്ട് 1 MP-യെ പോലും കണ്ടില്ല. വയനാട് വീണ്ടും ഒരു ദുരന്തം നേരിട്ടപ്പോൾ എക്സിൽ ഒരു പോസ്റ്റ് ഇട്ടു. അതിൽ തീർന്നു രാഹുൽ ഗാന്ധിയുടെ ഉത്തരവാദിത്തം. ദാ ഈ കാണുന്നതാണ് ആ പോസ്റ്റ്. 4 വരി. ജയിപ്പിച്ചു വിട്ട വോട്ടർമാരെ ഇങ്ങനെ പൊട്ടന്മാരാക്കരുത്. രാജ്യത്തെ പരീക്ഷാ ക്രമക്കേടിൽ 18 വിദ്യാർത്ഥികളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഒരു പുതിയ പാർട്ടി രാജ്യത്ത് രൂപീകരിക്കപ്പെട്ടു. അവർ പ്രതിഷേധത്തിലാണ്. സോനം വാങ്ചുക് രാജ്യത്തെ ഏറ്റവും വലിയ പരിസ്ഥിതി പ്രവർത്തകനാണ്. അദ്ദേഹം പട്ടിണിയിലാണ്, പട്ടിണി സമരത്തിലാണ്. കേന്ദ്രം അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കുന്നില്ല, പ്രതിപക്ഷവും. അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്തൊരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, എന്ത് കണ്ടിട്ടാണ് വിദ്യാർത്ഥികൾ കോൺഗ്രസിൽ വിശ്വസിക്കേണ്ടത്? പ്രസക്തമല്ലേ ആ ചോദ്യം? ഇന്ത്യ എന്ന രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടം മാറ്റിമറിച്ച അയോധ്യ ക്ഷേത്ര നിർമ്മാണം. അവിടെ വിശ്വാസികളുടെ ഭക്തി അപഹരിക്കപ്പെട്ടു. സംഭാവന കൊള്ളയിൽ എവിടെയാണ് കോൺഗ്രസ്? എവിടെയാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം? പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് VHP നേതാക്കളാണ്. യോഗി ആദിത്യനാഥ് ഇന്ന് ആരോപണ വിധേയനാണ്. ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. എവിടെയാണ് രാഹുൽ ഗാന്ധി? ഒരക്ഷരം മിണ്ടിയിട്ടില്ല രാഹുൽ ഗാന്ധി ഈ അയോധ്യ സംഭാവന കൊള്ളയിൽ. എക്സിൽ ഒരു വരി പോലും എഴുതിയിട്ടില്ല. എവിടെയാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ്? രാഹുൽ ഗാന്ധി ശരിക്കും അഖിലേഷ് യാദവിനെ കണ്ടു പഠിക്കണം. ഫേസ്ബുക്കിലും എക്സിലുമല്ല അഖിലേഷിന്റെ രാഷ്ട്രീയം. നിലത്തിറങ്ങി മനുഷ്യരോട് സംസാരിച്ച് ജനങ്ങളോട് രാഷ്ട്രീയം പറയുകയാണ്. ഇനി എവിടെയാണ് രാഹുൽ ഗാന്ധി? അതുകൂടി നോക്കണമല്ലോ. 3 ആഴ്ചയായി മിസ്സിംഗ് ആണ് ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ്. 3 ആഴ്ചയായി മിസ്സിംഗ് ആണ്. കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അറിയില്ല. യൂറോപ്പിൽ വെക്കേഷനാണെന്ന് കേൾക്കുന്നു, ഉറപ്പില്ല. കേരളത്തിലെ മന്ത്രിക്ക് പോലും അറിയില്ല. വയനാട് സന്ദർശിച്ചില്ല. നിലവിലുള്ള MP പ്രിയങ്ക ഗാന്ധി, മുൻ MP രാഹുൽ ഗാന്ധി ഒന്നും വയനാട് സന്ദർശിച്ചില്ല എന്നാണ് അതേക്കുറിച്ച്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഉടൻ തുടങ്ങും. തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഗോവയിലും പഞ്ചാബിലും കോൺഗ്രസ് പാർട്ടിയിൽ ആഭ്യന്തര കലാപം രൂക്ഷമാണ്. ഇതൊക്കെ പരിഹരിക്കേണ്ടയാൾ അവധിയിലാണ്. രാഹുലിനെ പോലെ ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടെങ്കിൽ നരേന്ദ്രമോദി എന്തിന് പേടിക്കണം? ചോദ്യം ചെയ്യാൻ ആളില്ല, വിമർശിക്കാൻ ആളില്ല. വെക്കേഷൻ അതാണ് മുഖ്യം.